പൊന്നാനി ഡയാലിസിസ് സെന്റർ ധനസമാഹരണത്തിനായി പൊന്നാനി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. കർമ്മ റോഡിൽ ഒരു മാസക്കാലം നീളുന്ന ഫെസ്റ്റാണ് നടക്കുന്നത്. പൊന്നാനി ഡയാലിസിസ് സെന്ററിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ധനസമാഹരണാർത്ഥമാണ് ഫെസ്റ്റ് നടത്തുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിന്റെ ലഭ്യതക്കുറവിനെ തുടർന്നാണ് ഫെസ്റ്റ് നടത്തുന്നത്. പൊന്നാനി നഗരസഭ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്റർ നമുക്കറിയാം, 100 കണക്കിന് വൃക്ക രോഗികൾക്ക് ചികിത്സ മീൻസ് സൗജന്യമായിട്ടുള്ള ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ ഫണ്ട് നമ്മൾ സാധാരണഗതിയിൽ ശേഖരിക്കുന്നത് സുമനസ്സുകളായ പ്രവാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യസ്നേഹികളിൽ നിന്നും, അതുപോലെ തന്നെ നഗരസഭയുടേതായിട്ടുള്ള പദ്ധതി വിഹിതം 25 ലക്ഷം രൂപയും, അതുപോലെ വ്യക്തികളും സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സംഘടനകളും നമുക്ക് സംഭാവനയായി നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഡയാലിസിസിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ 10ാം വാർഷികമാണ് ഡയാലിസിസിനെ സംബന്ധിച്ചിടത്തോളം, ഈ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം. 4,25,000 രൂപയ്ക്ക് ടെൻഡർ ലഭിച്ച JK അമ്യൂസ്മെൻ്റാണ് ഫെസ്റ്റ് നടത്തുന്നത്. ശനിയാഴ്ച മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ അവതാർ, റോബോട്ടിക്സ്, ആനിമേഷൻ എന്നിവയ്ക്ക് പുറമെ കുട്ടികളുടെ വിവിധ റൈഡുകളും ഉണ്ടാകും. നിലവിൽ 2 ഷിഫ്റ്റുകളിലായി 71 രോഗികളാണ് പൊന്നാനി ഡയാലിസിസ് സെന്ററിലുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ K മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ഷാഫി കോഴിക്കോട്, ഷാഫി എടപ്പാൽ, ഷാരിഖ് എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.